വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. അപ്പോൾ ടോയ്ലറ്റ് സൗത്ത് വെസ്റ്റിൽ വരുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ആ ടോയ്ലറ്റിൻ്റെ വാതിൽ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റിൽ വരരുത്. ടോയ്ലറ്റിൻ്റെ സൗത്ത് വെസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റിൻ്റെ ഡോറിന് അടിയിലൊരു ബോട്ടത്തിൽ അടിപ്പിടി വയ്ക്കുക. ടോയ്ലറ്റിൻ്റെ ഫ്ലോറ് ഒരു ടൈല് പൊക്കിയിടുക. അപ്പോൾ ആ കന്നിമൂലയിൽ വന്നു വെച്ചാൽ ആരും പൊളിക്കണ്ട. അതുപോലെ സെപ്റ്റി ടാങ്ക് ഒരു വീടിൻ്റെ കന്നിമൂലയിൽ വന്നാൽ യാതൊന്നും പേടിക്കല്ല. അത് ലൈറ്റ് കിടക്കാണ്ട് മണ്ണിട്ട് മൂടി അതിൻ്റെ മുകളിൽ പുല്ല് നട്ടാൽ മതി, യാതൊരു കുഴപ്പമില്ല. അത് തെക്കോ പടിഞ്ഞാറോ കുഴികളുണ്ടെങ്കിൽ ദി പവർ ഓഫ് സൺ അങ്ങോട്ട് പോയാൽ മടങ്ങി വരില്ല. ഒരു കിണറുണ്ടെച്ചാൽ കിണറ്റിക്ക് പോയി മടങ്ങി വരില്ല. നമ്മൾ സെപ്റ്റി ടാങ്കിൻ്റെ മുകളിൽ സ്ലാബ് ഇട്ട് പുല്ലിട്ട് കഴിഞ്ഞാൽ അതങ്ങോട്ട് പോവില്ല. അതുകൊണ്ട് തെക്കും പടിഞ്ഞാറും ഒന്നും കുഴികളൊന്നും പാടില്ല. തെക്കും പടിഞ്ഞാറും എപ്പോഴും ഉയർന്ന് തന്നെ നിൽക്കണം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. സൗത്ത് ഫേസിങ്ങിൽ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കൊള്ളാവുന്ന ആളെ പേര് പറയാൻ നിങ്ങളൊക്കെ അറിയും, ആരും പേര് പറയാൻ പാടില്ല. തെക്കോട്ട് മുഖമായിട്ട് വീട് പണി എനിക്ക് പറ്റില്ല, കിഴക്കോട്ട് തന്നെ മുഖം വേണം. ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെയൊക്കെ യാത്ര ചെയ്യും, ലോകം പോകണം. അടുത്ത പ്രാവശ്യം അമേരിക്ക ഇപ്പം ബിൽ ഗേറ്റിൻ്റെ വീട് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അതെന്താണെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ ചോദിക്കാണ്, ബിൽ ഗേറ്റിൻ്റെ വീട് സൗത്ത് ഫേസിങ്ങാണ്. ഇനി ഇതിലൊക്കെ തമാശ, വീടിൻ്റെ അകത്തേക്ക് കയറുന്ന സ്റ്റെപ്പുണ്ട്. ചില ആൾക്കാർ പറഞ്ഞ വീടിനകത്തേക്ക് കയറുന്ന സ്റ്റെപ്പ് ലാഭം നഷ്ടം നഷ്ടം ലാഭം, ഒറ്റയായിട്ടോ ഇരട്ടയായിട്ടോ വരാൻ പാടുള്ളൂ. സ്റ്റെപ്പ് എന്തായാലും യാതൊരു കുഴപ്പമില്ല, ലാഭമില്ല നഷ്ടമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റെപ്പ് കൊടുക്കാം, സൗകര്യം പോലെ. സ്റ്റെപ്പ് ഒറ്റയാവാം ഇരട്ടയാവാം. 60 സെൻറ്റിമീറ്റർ ഉയരണമെങ്കിൽ 15 സെൻറ്റിമീറ്റർ ഭാഗിച്ച് കയറാൻ എളുപ്പത്തിന് സ്റ്റെപ്പ് കൊടുക്കുക. ഞാൻ ധാരാളം വീടുകൾ കൊണ്ടുവന്നിട്ട് ലാഭം നഷ്ടം നോക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞ വീടെന്ന് പറഞ്ഞാൽ ഇനി അതിലും വലിയ വീടുകൾ കേരളത്തിലില്ല. അങ്ങനത്തെ വീടുകളൊക്കെയാണ്. പൂട്ടിയിട്ടുള്ള ചില സ്ഥാപനങ്ങൾ ഞാൻ തുറന്നു കൊടുത്ത് ഇന്ന് ലോകത്ത് ഒന്നാമത്തേട്ട് നടക്കുന്നുണ്ട്. അത് ഞാൻ പേര് പറയില്ല കേട്ടാ. പേര് പറഞ്ഞാൽ ശരിയല്ലെന്ന് എനിക്കാണ് പറയാത്ത പൂട്ടിയ സ്ഥാപനമാണ്. പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. ആരെങ്കിലും ഫോൺ ചോദിച്ചാൽ സ്ഥലം കാണിച്ചു കൊടുക്കും. അതുപോലെ ഒരു വീട്ടിൽ കേരളത്തിലെ ഏറ്റവും വലിയ വാസ്തുക്കാരൻ പണിതൊരു വീടാണ്. ആ വീട്ടിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷേ വീട് പണി കഴിഞ്ഞ് ഗേറ്റ് കൊണ്ട് സൗത്ത് വെസ്റ്റിൽ വെച്ചു. നോർത്ത് ഈസ്റ്റ് കോർണറിൽ ഒരു 3 നില ബിൽഡിങ്, അടിയിൽ സ്റ്റോറ്, അതിൻ്റെ മുകളിൽ സർവൻറ്റ് താമസിക്കുന്നു, അതിൻ്റെ മുകളിൽ സ്റ്റോറ്, അതിൻ്റെ അടിയിൽ ജനറേറ്റർ. താമസിച്ച 6 മാസത്തിനകത്ത് പ്രശ്നങ്ങളുടെ പ്രശ്നം. ഞാനത് പോയി ആ 3 നില കെട്ടിടം പുതിയ ബിൽഡിങ് പൊളിച്ചത്. വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ ഒന്നും പണിയാൻ പാടില്ല, ഫ്രീ ആയിട്ട് കിടക്കണം. മുറികളിലെയും നോർത്ത് ഈസ്റ്റിലും ഒന്നും വയ്ക്കാൻ പാടില്ല. ഇനി ഒരാൾ ചോദിക്കുന്നത്, പണ്ടത്തെ കാലത്ത് ആർക്കും വാസ്തു നോക്കണ്ട. എന്താ കാരണം വെച്ചാൽ എല്ലാവരും താമസിച്ചിരുന്നത് മരത്തിൻ്റെ ചുവട്ടിലും പന്തലിട്ടും അവിടെ ഇവിടെയാണ്, അല്ലെങ്കിൽ പുറത്താണ്. അവർക്ക് ഇഷ്ടംപോലെ കാറ്റും വെളിച്ചും എല്ലാം കിട്ടിയായിരുന്നു. അവരെ എല്ലാവരും ഭക്ഷണം കൊട്ടാരങ്ങളിലായിരുന്നു, അല്ലെങ്കിൽ അമ്പലങ്ങളിലായിരിക്കണം. വാസ്തുവിനെ പറ്റി വളരെ രസമായി ലോകത്തിലെ ഏറ്റവും നല്ല പുസ്തകം എഴുതിക്കുന്നത് PK ആചാര്യ എന്ന് പറയും. ആചാര്യ കണ്ടമനം ബുക്ക് എഴുതിയിട്ടുണ്ട്. പുള്ളിയുടെ ബുക്ക് സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും ഒരേപോലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതോറിറ്റി അതാണ്. അതിൽ നമുക്ക് കുറേ ആൾക്കാർ എഴുതിയിട്ടുണ്ട്. മനസാര മറ്റത് മറിച്ചത് ആളെ ആരാന്ന് അറിയാത്ത കുറേ ബുക്കുണ്ട്. എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് PK ആചാര്യ അണ്ടവനം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യ ആൻഡ് എബ്രോഡ്, ഹിന്ദു ആർക്കിടെക്ചർ, കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ആ പുസ്തകത്തിൻ്റെ ആവശ്യക്കാർക്കൊക്കെ ഞാൻ ബുക്കിൻ്റെ പേരും അഡ്രസ്സും എവിടെ കിട്ടുമെന്നും പറഞ്ഞു കൊടുക്കാം. എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനതെല്ലാം ഒരു ലൈബ്രറികളൊക്കെ കൊടുത്തു. എഞ്ചിനീയറിംഗ് കോളേജ് ലൈബ്രറിക്ക് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പലർക്കും കൊടുത്തിട്ടുണ്ട്. പണ്ടെല്ലാം എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ സിവിലിന് പഠിക്കുന്ന പിള്ളേരും വാസ്തുവിന് പഠിക്കുന്ന ആൾക്കാർക്കും വേണ്ടി ഞാൻ പോയി നോക്കാറുണ്ട്. അപ്പോൾ PK ആചാര്യയുടെ ബുക്കൊക്കെ കൊടുക്കാറുണ്ട്. വാസ്തു എന്ന് പറഞ്ഞാൽ അത് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അതായത് നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞാൽ വലിയൊരു മാഗ്നറ്റാണ്. തെക്കും വടക്കും ധ്രുവങ്ങളുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ഒരു കോമ്പസ് കൊണ്ട് കിടക്കണമെങ്കിൽ ഞാൻ ഒരു കോമ്പസ് കാണിച്ചു തരാം. കോമ്പസ് ലോകത്തിൽ എവിടെ കൊണ്ടുവച്ചാലും, ക്രിസ്ത്യൻ വെച്ചാലും ജൈനം വെച്ചാലും മുസ്ലിം വെച്ചാലും ബ്രാഹ്മണൻ വെച്ചാലും നോർത്ത്, അമേരിക്കയിലായാലും ശരി, റഷ്യയിലായാലും ശരി, ഇന്ത്യയിലായാലും ശരി, പെർമനൻറ്റ് പ്രോപ്പർട്ടി ഓഫ് എർത്ത്. അതാർക്കും മാറ്റാൻ പറ്റില്ല. ഇനി വേറൊരു പ്രത്യേകത, നമ്മൾ ഒരു തിരി കത്തിച്ച് വെച്ചു, ആര് തൊട്ടാലും പൊള്ളും ഇല്ലേ? അമേരിക്കാരൻ കഴിക്കണതും ദുബായ്ക്കാരെ കഴിക്കണതും നമ്മൾ കഴിക്കണതും ഒരേ അരിയുടെ ഭക്ഷണമാണ്. വല്ല വ്യത്യാസം ഉണ്ടാ? ഒരാളുടെ ബ്ലഡ് നമ്മൾ എത്ര ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്? ജാതിയ മതം നോക്കാറുണ്ട് ആസ്പത്രിയിലെ ബ്ലഡ് കൊടുക്കുമ്പോൾ?
അപ്പോൾ ദി പവർ ഓഫ് സൺ നമ്മൾ ഉപയോഗിക്കുന്നത് ലോകത്ത് എവിടെ പോയാലും ഒരേപോലെ ഉള്ളൂ. ആകാശം അതിങ്ങനെ തുറന്ന് കിടക്കുക, ലോകം മുഴുവൻ. അത് ലോകത്ത് എവിടെ പോയാലും അതെ. മഴ പെയ്യണമെങ്കിലും ഇതെല്ലാതെ ഭയങ്ങളും ഒക്കെ അത് തന്നെ വേണം. ആകാശം. ഇനി കുടിക്കണ ജലം എല്ലാ ജാതിക്കാർക്കും ഒരേ വെള്ളമല്ലേ കുടിക്കണേ? വലിയ വ്യത്യാസം ഉണ്ടോ? ഞാൻ പറയണ്ടേ, ഞാൻ ഹിന്ദുക്കളുടെ വെള്ളം കുടിക്കില്ല പറഞ്ഞാൽ ഹിന്ദുക്കളുടെ കിണറ്റിൽ നിന്ന് കുടിക്കില്ല, ഒരേ കിണറ്റിൽ നിന്ന് 100 ആളുടെ വെള്ളം കുടിക്കണേ. ഓരോ സ്ഥലത്തും വാസ്തുവിൽ വ്യത്യാസം പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ തമിഴ്നാട്ടിൽ കിടന്ന വാസ്തു വ്യത്യാസമുണ്ട്. എന്താ കാരണം അറിയാം? തമിഴ്നാട്ടിൽ കാറ്റ് വരുന്നത് നോർത്ത് ഈസ്റ്റിൽ നിന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് ആയിരിക്കണം നമ്മുടെ ബെഡ്റൂംസൊക്കെ. അമേരിക്കയിൽ ചില സ്ഥലങ്ങളിൽ 6 മാസം കാറ്റുകൾ 6 മാസം വരണം. ആ കാറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചായിരിക്കണം ബെഡ്റൂമിൻ്റെ സിറ്റിങ്സ് വരണത്. അതിൽ ഉദയം വരണത് ചില സ്ഥലത്ത് 14 മണിക്കൂറൊക്കെ പകലുണ്ട്, ഇന്ത്യയിൽ തന്നെ, രാജസ്ഥാനിലൊക്കെ ചില സ്ഥലത്ത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ഉദയം പറഞ്ഞ അടുക്കള, അസ്തമയം പറഞ്ഞ ബെഡ്റൂം. ലോകത്ത് ഒരു സ്ഥലത്തും വ്യത്യാസമില്ല. പിന്നെ സൗത്ത് വെസ്റ്റ് വിൻഡ് കേരളത്തിൽ സൗത്ത് വെസ്റ്റാണ്. മറ്റു രാജ്യങ്ങളിൽ അതാത് സ്ഥലത്തെ വിൻഡ് ഡയറക്ഷൻ നോക്കിയിട്ട് വേണം വാതിലും ജനലും വയ്ക്കാൻ. ആ വിൻഡ് വരുന്ന ഡയറക്ഷൻ്റെ ജനലിൽ കൂടെ കിടന്നാൽ അത് ചെന്ന് മുട്ടനോടത്തായിരിക്കണം പുറത്തേക്കുള്ള വാതിൽ. എന്നാൽ മാത്രമേ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് വാട്ടർ ഉണ്ടാവും, ഫ്ലോ കിട്ടുള്ളൂ. കണ്ടിന്യൂസ് ഫ്ലോ വിൻഡ് കിട്ടിയാൽ മാത്രമേ ഓക്സിജൻ ഉണ്ടാവുള്ളൂ, അല്ല ഉണ്ടാവില്ല. വേറെ ഒന്നുമില്ല, നമുക്ക് ഓക്സിജൻ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. മാത്രം ആലോചിച്ചാൽ മതി നമ്മൾ. അതുപോലെ തന്നെ ദി പവർ ഓഫ് സൺ, അതില്ലെങ്കിലും ജീവിക്കാൻ പറ്റില്ല. ഈ ചൂട് ഉഷ്ണം ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇനി ചെടികൾ വളരണമെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് വേണം, നമുക്ക് ഓക്സിജൻ വേണം. അപ്പോൾ ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ഓക്സിജൻ തരണം. ആ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ സ്ഥലത്ത് ചെടികൾ നന്നായിട്ട് വളരും. നിങ്ങൾ നോക്കിയാൽ മതി, റോട്ടിൽ കൂടെ നടക്കുമ്പോൾ റോഡിൻ്റെ സൈഡിലുള്ള മാവുമ്പോൾ മാങ്ങ കൂടുതലുണ്ട്. എല്ലാ കാറും ബസ്സിൽ ലോറി ആയാലും പോകുമ്പോൾ അവർക്ക് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് മാങ്ങയും ചക്കയും കൂടുതലുണ്ടാകാൻ കാരണം. അല്ലാണ്ട് റോഡ് സൈഡിൽ കൊണ്ട് കുഴിച്ചിട്ടുണ്ടൊന്നുമല്ല. അത് ആ മാവിൻ്റെ ഇവിടെ കൊണ്ട് വേറെ സ്ഥലത്തിട്ട് ഉണ്ടാവുന്നില്ല. നിങ്ങളൊരു വീട് പണിയുന്ന സമയത്ത് നിങ്ങൾ പഴയ മരം, ഓട്, കല്ലൊക്കെ പുതിയ വീടിന് ഉപയോഗിക്കാം, യാതൊരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ധാരാളം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. കേരളത്തിൽ മലപ്പുറത്ത് പോയാൽ മരം ഇഷ്ടം പോലെ കിട്ടും. അതുപോലെ തന്നെ ഇപ്പം ഇല്ല, ഒരു 10 കൊല്ലം മുമ്പ് വരെ കൂറ്റനാട് എന്ന സ്ഥലമുണ്ട്, കുന്നംകുളത്ത് നിന്ന് അപ്പുറത്താണ് കൂറ്റനാട്. ആ കൂറ്റനാട് ചെന്ന് കഴിഞ്ഞാൽ കേരളത്തിലെ എവിടെ വീട് പൊളിക്കണമെങ്കിലും മരം കൂറ്റനാട് എത്തിയിട്ടുണ്ടാവും. ഒരു വലിയ മരക്കച്ചവടക്കാരുണ്ടായിരുന്നു. ഞാൻ തന്നെ അവിടെ നിന്ന് തേക്ക് വീട്ടിലേക്ക് മേടിച്ചിട്ടുണ്ട്. പഴയ മരങ്ങൾ കിട്ടും, അത് ഉപയോഗിക്കാം. മോഹൻലാൽ അവിടെ നിന്ന് 2 തൂണ് മേടിച്ചുകൊണ്ടിട്ടുണ്ട് ഞാൻ തരുന്ന സമയത്ത്, പണ്ട് അങ്ങൂരെ കൊടുത്തിരുന്നു. അപ്പോൾ പഴയ സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതിനൊന്നും എനർജി ഇല്ല. ആകെ ലോകത്തിലുള്ള എനർജി ഭൂമി, ആകാശം, ജലം, വായു, അഗ്നി, ഈ 5 എണ്ണമുള്ളൂ പഞ്ചഭൂതങ്ങൾ. അതിൻ്റെ അലൈൻമെൻറ്റാണ് നമ്മൾ നോക്കണത്. അതിൽ വേറെ ഒന്നിനും സ്ഥാനമില്ല. ഹൗ ടു യൂട്ടിലൈസ് നാച്ചുറൽ എനർജി ഫോർ ബെറ്റർ ഹെൽത്ത്. അതായത് നിങ്ങൾ മന്ദിരാവണമെന്നില്ല, പ്രൊമോഷൻ കിട്ടില്ല, പണം ഉണ്ടാവില്ല. അതെല്ലാം നിങ്ങളുടെ മെൻ്റൽ പവർ വരുമ്പോൾ തന്നെ വരും. പക്ഷേ ബെറ്റർ ഹെൽത്ത്, അല്ലാണ്ട് കാശുണ്ടാവാന്ന് വെച്ചാൽ ആരും വാസന നോക്കണ്ട. മനസമാധാനം ഉണ്ടാവും. മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ ബെറ്റർ ഹെൽത്ത് ഉണ്ടാവണം. ആ ബെറ്റർ ഹെൽത്ത് വന്നാൽ എല്ലാം തന്നെ വിൽ പവർ കൂടും. വിൽ പവർ കൂടി എല്ലാം തന്നെ വരും. ഇത്രേ ഉള്ളൂ. ഓരോ വാസ്തുവും അതാത് കാലത്ത് അതാത് സ്ഥലത്ത്. ചൈനയിലുള്ളതാണ് ഫാൻസു. അപ്പോൾ അത് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. മംഗോളിയയിൽ നിന്ന് ശക്തമായ കാറ്റ് ചൈനയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ പ്രത്യേകം പറയും, വീട് പണിയുമ്പോൾ വടക്ക് ഭാഗത്ത് ജനല വെക്കരുത്, കിഴക്ക് ഭാഗത്ത് വാതിലും ജനലും വെക്കരുത്. കാരണം ജനല തുറന്നാൽ കാറ്റ് വന്ന് സാധനം അടിച്ച് തെറിച്ച് പോകും. അപ്പോൾ അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റില്ല. നമ്മുടെ കാലാവസ്ഥയ്ക്ക് വാസ്തു ഇവിടെ എന്താ കുഴപ്പം വെച്ചാൽ കേരളത്തിൽ തച്ചുശാസ്ത്രവും വാസ്തുശാസ്ത്രവും കൂടി മിക്സായി. തച്ചുശാസ്ത്രം എന്നാൽ തച്ചൻ്റെ ശാസ്ത്രം. ആ തച്ചുശാസ്ത്രം വളരെ കാലം കേരളത്തിലുണ്ടായിരുന്ന, ഇന്നും കുറേ ആൾക്കാരൊക്കെ വിചാരം വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ തച്ചുശാസ്ത്രമാണ്. തച്ചുശാസ്ത്രത്തിലെ അളവിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. എല്ലാ മുറികൾക്കും കണക്കുണ്ട്, ആ കണക്കിലായിരിക്കണം. വാസ്തുവിൽ കണക്കില്ല. അപ്പോൾ ഇപ്പോഴും തച്ചുശാസ്ത്രം വാസ്തുശാസ്ത്രം മിക്സായ കാരണം വാസ്തു നോക്കാൻ പറഞ്ഞത് പലരും ഈ തച്ചുശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊന്നും അറിയില്ല. അവർ വന്ന് വീടിൻ്റെ നീളവും വീതി അളന്ന് 20 കോല് 8 വിരലായിരിക്കണം ഇന്നർ പെരിമീറ്റർ ചുറ്റെന്ന് പറയും. അത് കുറവുണ്ടെങ്കിൽ അവർ ചുമര് മാറ്റി കെട്ടണം. കൂടുതലാണെങ്കിൽ ഇടയിൽ ചുമര് കെട്ടി കണക്ക് ശരിയാക്കും. ആ കണക്ക് ശരിയാക്കണമെങ്കിൽ യാതൊരു മീനിങ് ഇല്ല. തച്ചുശാസ്ത്രം എന്നാൽ തച്ചൻ്റെ ശാസ്ത്രമാണ്. തച്ചുശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോ മുടിക്കും കണക്കുണ്ട്. ആ കണക്ക് തെറ്റിക്കഴിഞ്ഞാൽ അവർക്ക് കഴുക്കോല് മുടിക്കാൻ പറ്റില്ല, കണക്കോലിൻ്റെ നീളറിയില്ല, വീതി അറിയില്ല. ഇന്നത്തെ കാലത്ത് അതില്ല, കഴുക്കോലില്ല. ഇന്നത്തെ കാലത്ത് എല്ലാവരും വാർക്കല്ലേ. മറ്റത് എങ്ങനെയാണെന്ന് വെച്ചാൽ റെഡി റെക്കണറാണ്. നമുക്ക് ഒരു മുറിയുടെ വീതി പറഞ്ഞാൽ അതിൻ്റെ മരത്തിൻ്റെ കണക്ക് വിതിൻ സെക്കൻഡ് പറയാൻ പറ്റും. റെഡി റെക്കണറായിരുന്നു. ഇത്ര കോല് ഇത്ര വരല് മുറിയുടെ വീതി. ഞാൻ ആദ്യമൊക്കെ പ്ലാൻ വരച്ച് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു
50 കൊല്ലം മുമ്പാണ് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു വന്നിട്ട് ആദ്യം തന്നെ നാട്ടുകാരെ വീട്ടുകാരൊക്കെ വീട് പണിയാൻ പ്ലാൻ വേണമെന്നാണ്. അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ര വലിയ വിവരമൊന്നുമില്ല. ഈ പ്ലാൻ വരയ്ക്കണമെന്ന് വെച്ചാൽ ആകെ പഠിക്കുന്ന സമയത്ത് ഒരു 10-20 പ്ലാനൊക്കെ വരപ്പിക്കണത്. പക്ഷെ പ്ലാൻ വരയ്ക്കാറിയാം, ഈ മുറികളെ എവിടെ വേണം മറ്റൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ വരച്ചു കൊടുക്കുന്ന പ്ലാൻ കൊണ്ട് ഓരോരുത്തരെ കാണിക്കും. കുറ്റിയടിക്കാൻ നേരത്ത് അവർ ആ പ്ലാൻ അങ്ങനെ തന്നെ മാറ്റും. ഞാൻ പണി കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ വരച്ച പ്ലാനേ അല്ല. അങ്ങനെ ആ സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് പഠിക്കാൻ വേണ്ടി 1-2 വളരെ കൊള്ളാവുന്ന ആൾക്കാരുടെ അടുത്ത് പോയി. അതിലൊരാൾ വാസ്തുവിൻ്റെ അതോറിറ്റിയാണ്, അവരിപ്പോൾ ഇല്ല, കാണിപ്പൂർ ശേഖരൻ നമ്പൂരിയാണ്. ഞാൻ പോയി ചോദിച്ചു, തിരുമേനി ഈ പ്ലാൻ ആൾക്കാർ കണക്ക്. അത് തിരുമേനി രസമായൊരു കഥ പറയും, ഭയങ്കര രസികനാണ്. തിരുമേനി ഞാനും കൂടി 1-2 സ്ഥലത്ത് കൂടെ പോകേണ്ട വന്നിട്ടുണ്ട്. ചില അമ്പലങ്ങളുടെ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ കാലം ചിന്മയ മിഷൻ്റെ എഞ്ചിനീയറായിരുന്നു. ആ സമയത്ത് ചിന്മയ മിഷൻ ഫൈനാൻസ് ചെയ്തിട്ട് കുറേ അമ്പലങ്ങളൊക്കെ റീമോഡൽ ചെയ്തിട്ട് പണിതുണ്ട്. അപ്പോൾ 1-2 കേസിൽ ഞാൻ നാട്ടുകാർ എന്തെങ്കിലുമൊക്കെ ഒബ്ജക്റ്റ് പറഞ്ഞാൽ അവർ തിരുമേനി നോക്കണം. ഞാൻ തിരുമേനിയെ പോയി കണ്ട് വർത്തമാനം പറഞ്ഞ് കാറ് കൊണ്ടുപോയി തിരുമേനിയോട് പറഞ്ഞു. തിരുമേനി പറഞ്ഞ ഡേറ്റിൽ പോയി കൊണ്ടുപോയി. അപ്പോൾ തിരുമേനിയോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു വീട് പണിയണമെന്ന്, ഞാൻ എന്താ നോക്കണ്ടേ? അടക്കള വേറെ പണിയാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ട്. വീടിൻ്റെ പുറത്ത് വടക്ക് വശത്ത് അടക്കള ഡൈനിങ്ങും. അന്ന് കാലത്ത് അത് ഉണ്ടായിരുന്നു. അതുണ്ടാവില്ല, ആകെ 12 സെൻറ്റ് സ്ഥലമുള്ളൂ തൃശ്ശൂർ ടൗണിൽ. അന്ന് അടക്കള വടക്ക് കിഴക്കോ കിഴക്ക് തെക്കോ ആയിക്കോട്ടെ എന്നോട് പറഞ്ഞു. കിഴക്ക് വളവ് എന്ന് തെറ്റുകൊണ്ടൊന്നും കുഴപ്പമില്ല, സ്ഥാനം കറക്റ്റായിരിക്കണം, സ്ഥാനം തെറ്റാൻ പാടില്ല എന്നോട് പറഞ്ഞു. അപ്പോൾ ബെഡ്റൂമൊക്കെ എന്നോട് പറഞ്ഞു പടിഞ്ഞാറ് വശത്തായിക്കോട്ടെ, അടക്കളയൊക്കെ കിഴക്ക് വശത്തായിക്കോട്ടെ. അപ്പോൾ ഞാൻ ഒരു റഫ് പ്ലാൻ ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു. അത് വെച്ച് എന്നോട് പുറത്തില്ല. ആ വീട്ടിലിപ്പോഴും ഞാൻ താമസിക്കുന്നത് ചെറിയ വീടാണ്, ഒരു 1500 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അങ്ങൊരു വളരെ ഭയങ്കര വിവരമുള്ള ആളാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു അതോറിറ്റിയാണ്. ഇതുപോലെ കുറച്ച് ആൾക്കാർ എനിക്കറിയാം. ഞാൻ പത്തേൽ പ്രതിമ വയ്ക്കുന്ന സമയത്ത് അവിടെ ചെറിയ തർക്കങ്ങളുണ്ട് ഗുജറാത്തിൽ, വഡോദര. അപ്പോൾ ഒരു കമ്മിറ്റി 2 കമ്മിറ്റി കൂടി ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കുക. ഈ ഒരു കമ്മിറ്റി ഫൈൻഡിങ്സ്, അടുത്ത കമ്മിറ്റി ഫൈൻഡിങ്സിനുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ 2 പേരും എന്താണ് വ്യത്യാസം ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു കമ്മിറ്റി അതോറിറ്റി ഫൈനലൈസ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ ചെറിയ തർക്കങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കമ്മിറ്റിയിൽ ഞാനുണ്ടായിരുന്നു. എങ്ങനെ എൻ്റെ പേര് വന്നതാണ്. അപ്പോൾ ഞാൻ അതിന് പോയിരുന്നു രസമായിട്ട്. അപ്പോൾ പ്രതിമയുടെ ചുറ്റും വെള്ളം നിർത്തണം. ആ തുടക്കത്തിൽ അതുണ്ടായിരുന്നു. പതുക്കെ ഇതുപോലെ പകുതി പണിതപ്പോൾ അത് ഉദ്ഘാടനം കഴിച്ചതാണ്. ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വളരെ അരിച്ച് കുറിച്ച് പഠിച്ച ആൾക്കാരുണ്ട്. അല്ലേ, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പഠിച്ചിട്ട് വരച്ചു കൊടുത്ത എല്ലാ പ്ലാനും ഓരോരുത്തർ കൊണ്ടുപോയി ഒന്നുമില്ല നീളം വീതി മാറ്റും, അല്ലെങ്കിൽ ഷേപ്പ് തന്നെ മാറ്റും. ഞാൻ വരച്ചു കൊടുത്ത പ്ലാനിലെ പണി കഴിയുമ്പോൾ അപ്പോൾ അതിൽ എന്തെല്ലാം ഇതേ ബ്ലണ്ടർ, ഇത് ഇത്രയും ഒരു ഇതല്ല. എനിക്ക് അന്നേ തോന്നിയത് തന്നെയാണ് ഇതെന്തോ ഒരു ബ്ലൈൻഡ് ബിലീഫാണെന്ന്. പിന്നെ ഇതിനെപ്പറ്റി ഞാൻ പഠിക്കാൻ ട്രൈ ചെയ്ത് ഏതാണ്ട് ഒരു 10 കൊല്ലം പഠിച്ചു ശരിക്കും ഇത് ഒന്ന് പഠിച്ചു വരാൻ. അപ്പോഴെനിക്ക് മനസ്സിലായത് ഇതിൽ കുറേ വാസ്തവമുണ്ടെന്നും ഇതിൽ കുറേ സത്യങ്ങളുണ്ടെന്നും ഇതൊരു നല്ല സബ്ജക്റ്റാണെന്നും. ആദ്യം എനിക്ക് വളരെ ദേഷ്യമായിരുന്നു തുടങ്ങി. കാരണം നമ്മൾ പ്ലാൻ വരച്ചു കൊടുക്കണു, അതുകൊണ്ട് കുറ്റിയടിക്കാൻ പറഞ്ഞാൽ പ്ലാൻ മാറ്റി, മുറിയുടെ നീളം മാറ്റി. നീളം ഇപ്പോഴും മാറ്റാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല കേട്ടാ. ഞാൻ ഇങ്ങനെ പറയും. ഇപ്പോഴും ചില പ്ലാൻ ചെക്ക് ചെയ്താൽ എൻ്റെ അടുത്ത് ആർക്കിടെക്റ്റ് ഇന്ത്യയിലെ എല്ലാ ആർക്കിടെക്റ്റിൻ്റെ പ്ലാൻ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. വളരെ ഫേമസ് ആർക്കിടെക്ട്സ് ഉണ്ട് ബോംബെയിൽ, ബാംഗ്ലൂർ, എറണാകുളത്തുണ്ട്. എല്ലാവരും എല്ലാ പ്ലാനും ഞാൻ മിക്കവാറും ചെക്ക് ചെയ്യുന്നുണ്ട്. നല്ല നല്ല പ്ലാനുകൾ ഇപ്പോഴും വരും. അപ്പോൾ ഞാൻ ഇപ്പം പിന്നെ അതൊന്നുമില്ല. ഇപ്പോൾ ആർക്കിടെക്റ്റ് കുറ്റിയടിക്കുന്നത്. പണ്ട് ആർക്കിടെക്റ്റ് അല്ലായിരുന്നു. ഒരു 1995 വരെ വീട് കുറ്റിയടിച്ചിരുന്നത് സ്ഥാനം നോക്കുന്ന ആൾക്കാരാണ്. വേറെ ആൾക്കാർ കുറ്റിയടിക്കാതെ സമ്മതിക്കില്ല. ആകെ 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. ബിൽഡിംഗ് റൂൾ അനുസരിച്ച് ഒരു ഭാഗത്ത് 1 മീറ്റർ, ഒരു ഭാഗത്ത് 1.20, ബാക്കിൽ 2 മീറ്റർ, ഫ്രണ്ടിൽ 3 മീറ്റർ. അവിടെ എന്താ സ്ഥാനം നോക്കാനുള്ളത്? സ്ഥാനം നോക്കാൻ ആളെന്തിനാ വരണേ? വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല സ്ഥാനക്കാരന്. പക്ഷെ സ്ഥാനം നോക്കണം. എങ്ങനെ അറിയാം? ഭൂമിയുടെ ചെരുവ് കിഴക്കോട്ടാക്കി മാറ്റണം, അല്ലെങ്കിൽ വടക്കോട്ടാക്കി മാറ്റണം. പിന്നെ ഭൂമിയുടെ വടക്ക് കിഴക്കേ മൂലം മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മതിൽ കെട്ടിക്കഴിഞ്ഞാൽ ഈ പ്ലോട്ട് മാറ്റി ചതുരനൊക്കെ എടുത്താൽ മതി. ആ പറമ്പിൻ്റെ കേട് തീർന്നു. അതുപോലെ പല പറമ്പും കേട് തീർക്കാൻ പറ്റും. ചില പറമ്പ് ഈ നോർത്ത് ഈസ്റ്റ് കട്ട് ഇങ്ങനെ മാത്രമല്ല വരിക, മറ്റ് പല നിലയ്ക്കും വരും. ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരും. നോർത്ത് ഈസ്റ്റ് ഇത്ര സ്ഥലം നമുക്കില്ല. പല ലെവലിൽ നോർത്ത് ഈസ്റ്റ് കട്ടാവാം, ഈസ്റ്റ് നോർത്തും കട്ടാവാം. അങ്ങനെയൊക്കെ പറയുമ്പോൾ പറമ്പിൻ്റെ കേട് തീർക്കണം. അല്ലാതെ പണി സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ പടിഞ്ഞാട്ട് സ്ലോപ്പുള്ള ഭൂമിയാണെങ്കിൽ അത് മുഴുവൻ ചിലപ്പോൾ ശരിയാക്കാൻ പറ്റില്ല. വീട് പണിയാൻ സാധിക്കുന്ന അത് ആ വീടിൻ്റെ ഏരിയ മാത്രം ചതുരനാക്കി ലെവലാക്കി അവിടെ ശരിയാക്കി എടുത്താൽ മതി. ചിലപ്പോൾ 2-3 ഏക്കർ ഉണ്ടായിരിക്കും, ഒരു കുന്നിൻ്റെ പടിഞ്ഞാറ് ചെരുവായിരിക്കും. അപ്പോൾ ആവശ്യമുള്ള സ്ഥലം
ചതുരനാക്കി എടുത്ത് വീട് പണിയാം. എല്ലാ സ്ഥലവും ശരിയാക്കി എടുക്കാൻ പറ്റും. ശരിയാക്കി എടുക്കാൻ പറ്റാത്ത യാതൊരു സ്ഥലങ്ങളും ഇല്ല. പിന്നെ ഇത് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള സ്ഥലം നോക്കിയാൽ മതി. ഇപ്പം തിരുപ്പതി ശബരിമല എല്ലാവർക്കും അറിയാം. ശങ്കരാചാര്യർ പൂജാക്രമം ശരിയാക്കിയ 2 അമ്പലം, ഒന്ന് തിരുപ്പതി, ഒന്ന് കാളഹസ്തി. കാളഹസ്തി എന്ന് പറഞ്ഞാൽ തിരുപ്പതി പോയ കാളഹസ്തിയിൽ പോവും. 2 അടുത്തടുത്താണ്, വലിയ ദൂരമില്ല. പക്ഷേ കാളഹസ്തിയിൽ നേരെ പടിഞ്ഞാറ് സ്വർണ്ണമുഖി എന്നുള്ള പുഴയാണ്, കിഴക്ക് മലയും. 10 പൈസയുടെ വരവില്ല. ഞാനൊക്കെ ചെല്ലുമ്പോൾ എങ്ങനെയും കുറച്ച് കാശ് കൊടുക്കാറുണ്ട് കാളഹസ്തിയിൽ. വലിയ അമ്പലമാണ്, തിരുപ്പതി അമ്പലത്തിനേക്കാൾ വലിയ അമ്പലമാണ് കാളഹസ്തി. പക്ഷേ ഇതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു അമ്പലം, ഒരു 1500 കൊല്ലം പഴക്കമുള്ളതാണ് തിരുനെല്ലി. ബ്രഹ്മാവ് പൂജ നടത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ വടക്ക് കിഴക്കേ മുല്ല മലയാണ്, തെക്ക് പടിഞ്ഞാറ് താന്നും കിടക്കുക. അവിടെ കാര്യമായി വരവൊന്നുമില്ല. അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകേണ്ട അത്രേ ഉള്ളൂ. 50 കൊല്ലം മുമ്പ് ഞാൻ അവിടെ പോയിരുന്നു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, അതിൻ്റെ സൗത്ത് വെസ്റ്റിലൊരു താന്ന് കിടക്കുന്നുണ്ട്, ചാലൊക്കെ ഉണ്ട്, റോഡുണ്ട്, അതൊക്കെ പൊക്കണമെന്ന്. അന്ന് അവർ ചെയ്തില്ല. പിന്നെ രണ്ടാമത് എന്നെ വിളിച്ചായിരുന്നു ഒരു 30 കൊല്ലം മുമ്പ്. ഞാൻ പോയിരുന്നു. അത് പിന്നെ അതെല്ലാം ശരിയാക്കിയവർ. സൗത്ത് വെസ്റ്റ് പൊക്കി, ഒരു 30 അടി മണ്ണിട്ട് പൊക്കി, മതിലൊക്കെ കെട്ടി, അമ്പലം ടിപ്പ് ടോപ്പാക്കി. അതിന് ശേഷം ഒരു അനക്കുണ്ട് അവിടെ തിരുനെല്ലി, നന്നായിട്ട് പോകുന്നുണ്ട്. ഒരിക്കലും സൗത്ത് വെസ്റ്റിൽ ഗേറ്റ് വരാൻ പാടില്ല, സൗത്ത് വെസ്റ്റ് താന്ന് കിടക്കാൻ പാടില്ല. തിരുനെല്ലി എല്ലാവർക്കും അറിയാവുന്ന കേട്ടാ. അപ്പോൾ അതിൽ പോകാത്ത ആൾക്കാർ വളരെ കുറവാണ് തിരുനെല്ലി. പക്ഷേ ഈ പഴക്കവും പേരിനാണ് വെച്ചാൽ അവിടെ വരവൊന്നുമില്ല. കുറേ ആൾക്കാർ ബലിയിടാൻ വരും, അതിൻ്റെ കാശ് ആ ബലിയിടുന്നവർക്ക് കിട്ടും. അമ്പലത്തിലേക്ക് വരവൊന്നുമില്ല. ആൾക്കാർ സംഭാവന കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ അമ്പലം നടക്കുന്നത്. കാരണം നോർത്ത് ഈസ്റ്റിൽ വലിയൊരു മലയാണ്, ഉദയം അങ്ങോട്ട് വരുന്നില്ല. ബ്രഹ്മാവ് പൂജ നടത്തിയെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ സൗത്ത് വെസ്റ്റ് താന്ന എല്ലാവരും നമ്മുടെ ശബരിമല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേട്ടോ. ആരെന്ത് വിചാരിച്ചാലും അവിടുത്തെ എനർജി കുറയില്ല, അവിടുത്തെ വരവ് കുറയില്ല. കാരണം സൗത്തും വെസ്റ്റും മലകളും, നോർത്ത് ഈസ്റ്റിൽ പമ്പ അവിടെ ചെരിഞ്ഞാണ് പോണേ, വന്ന് ചെരിഞ്ഞ് പോവുക. ഉദയം അയ്യപ്പൻ്റെ മുഖത്തേക്ക് വരുന്നത്. ഇത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് അമ്പലം പണിയുന്ന ആൾക്കാർ എന്തുമാത്രം വിവരവും ബുദ്ധി ഉണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ സ്ഥലം സെലക്ട് ചെയ്യുന്നത് പല അമ്പലങ്ങളും അങ്ങനെയാണ്. ഞാൻ കാശിയിൽ പോയിട്ടുണ്ട്, കാശിയിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. കാശി അമ്പലത്തിൻ്റെ കിഴക്ക് ഗംഗാനദി, ആ ഗംഗാനദിയിൽ നിന്ന് കൂടെ മുകളിൽ കൂടെ വരുന്ന ഉദയം കാശി അമ്പലത്തിലേക്ക് ഇപ്പോൾ കൃത്യമായിട്ട് വരും. കുറച്ച് കാലം അത് വന്നിരുന്നില്ല. ഇപ്പോൾ അതെല്ലാം പൊളിച്ചവർ നീറ്റാക്കി, അതിൻ്റെ മുൻവശമൊക്കെ നീറ്റായി. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ ഗംഗ കാണാം. പല അമ്പലങ്ങളും പണിയാൻ കാലത്ത് പണ്ട് ആൾക്കാർ, ഇപ്പോഴൊന്നുമല്ല, 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ടിലൊക്കെ ചില അമ്പലങ്ങളുണ്ട്, പോയി കണ്ടതാണ്. എല്ലോറ എന്ന സ്ഥലത്ത് 2-ാം നൂറ്റാണ്ടിലൊക്കെ പണിതിട്ടുള്ള, 3-ാം നൂറ്റാണ്ട്. അപ്പോഴും ആ സ്ഥലം സെലക്ട് ചെയ്ത് അന്നത്തെ ആൾക്കാർ അത്രയും ബുദ്ധിയും കഴിവും ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ കേരളത്തിൽ പണിയണ അസറ്റ് ഹോംസിൻ്റെ എല്ലാ ഫ്ലാറ്റും ഞാൻ നോക്കണതാണ്. ഇതെല്ലാം നോക്കിയിട്ട് അവർ പണിയണേ. അസറ്റ് ഹോംസിൻ്റെ എല്ലാ അടുക്കളയിലേക്ക് ഉദയം വരും, എല്ലാ ബെഡ്റൂമിലേക്ക് അസ്തമയം വരും. ഒരു ഫ്ലാറ്റിൻ്റെയും സൗത്ത് വെസ്റ്റിൽ അവർ ഡോർ വയ്ക്കാറില്ല. അസറ്റ് ഹോംസ് 20 കൊല്ലമായിട്ട് ഞാൻ നോക്കണതാണ്. അവർ സ്ഥലം മേടിക്കുമ്പോൾ നോക്കും, പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നോക്കും കേട്ടോ, പണി കഴിഞ്ഞിട്ട് പോയി നോക്കും അസറ്റ് ഹോംസ്. അങ്ങനെ പലതും ഞാൻ നോക്കണതാണ്. പല ഫ്ലാറ്റുകാരും ഇവിടെ നോക്കണതാണ്. ഇവിടെ മാത്രമല്ല, ബാംഗ്ലൂർ ധാരാളം നോക്കുന്നുണ്ട്. ബാംഗ്ലൂരാണ് നമ്മളെ ആൾക്കാരെക്കാൾ കൂടുതലാണ്. ബാംഗ്ലൂർ ഫ്ലാറ്റ് പോലെ ഓരോരുത്തരും വന്ന് നോക്കിയിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് വിൽക്കാൻ പറ്റില്ല. ബാംഗ്ലൂർ ഇത് തന്നെ ഹൈദരാബാദിലും എല്ലാവരും നോക്കിയിട്ട് ഫ്ലാറ്റ് മേടിക്കുള്ളൂ. വേറെ ലുലുവിൻ്റെ അടുത്ത് വേറൊരു വലിയ യൂണിറ്റ് വരുന്നുണ്ട്, അത് നോക്കാൻ പോകുന്നുണ്ട്. അവിടെ എല്ലാം നോക്കണത് നമ്മൾ ആ പൊസിഷനിലെ പറമ്പ് എങ്ങനെയുണ്ട്, മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങനെയുണ്ട്, അവിടുത്തെ വിൻഡ് ഡയറക്ഷൻ എങ്ങനെയുണ്ട്, ഭൂമി എങ്ങനെയുണ്ട്, ഇത് മാത്രമേ നോക്കണുള്ളൂ. ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, വാസ്തുവിന് വലിയ പ്രശ്നം ഉണ്ടായി. ഞാനൊരു പൂജ നടത്തി, പിന്നെ ഒരു തകിട് ജപിച്ച് വീടിൻ്റെ ഈ കട്ടയുടെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ചേട്ടൻ എന്താ ഗുണം കിട്ടിയേ? ഗുണമൊന്നും കിട്ടിയില്ല. പൂജ ചെയ്യാൻ എത്ര കാശയെന്ന് വെച്ചു. പൂജ ചെയ്യാൻ ആൾ കൽക്കട്ടയെന്ന് വന്നത്. ഒരു ജ്യോത്സ്യം പറഞ്ഞതനുസരിച്ചാണ്, ഇത്തിരി ഫേമസ് ജ്യോത്സ്യനാണ്. കൽക്കട്ടയെന്ന് ആളെ കൊണ്ടുവന്നു, ആളെ വീട്ടിൽ കൊണ്ടുപോയി, ആളൊക്കെ നോക്കി 3 ദിവസം താമസിച്ച് പൂജയൊക്കെ ചെയ്തു. നല്ലൊരു എമൗണ്ടായി. കാര്യമായ ഗുണങ്ങളൊന്നും കിട്ടിയില്ല എന്നോട്. കാരണം നമ്മുടെ വീട്ടിലേക്ക് അടക്കള വടക്ക് കിഴക്കേ മൂലയിൽ, കിഴക്കോട്ടും വടക്കോട്ടും ജനലില്ല, AC ഒക്കെ വെച്ചിട്ടുണ്ട്. അതിന് പൂജ ചെയ്ത് എവിടെ നിന്ന് കിട്ടുക? പൂജ ചെയ്താൽ ഗുണങ്ങളുണ്ട്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു മനസ്സിന് ശക്തി കുറഞ്ഞ ആൾക്കാർ ഒരാളെ കണ്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചാൽ നമ്മുടെ മെൻ്റൽ പവർ കൂടും, ദി പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് കൂടും. അത് നമുക്ക് ധൈര്യം കിട്ടും. പക്ഷെ നമുക്ക് ഈ അവിടെ താമസിക്കുന്നവർക്കൊന്നും അത് കിട്ടില്ല. അടക്കളയിലേക്ക് ഉദയം വരുന്നതിന് പകരം പൂജ ചെയ്താൽ ഒരു കാര്യമില്ല. അതുപോലെ ഓക്സിജൻ തന്നെ വേണം. പൂജ ചെയ്താൽ നന്നാവും.
അത് പൂജ ചെയ്തിട്ട് ഞാൻ എതിരല്ല. ഒരു ഫേമസ് ഹോട്ടൽ ഞാൻ ദുബായിൽ ചെന്ന് ആകെ നോക്കിയപ്പോൾ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ക്യാഷിയറെ ഒന്ന് തിരിച്ചിരുത്തി. ക്യാഷിയർ റൂമിൻ്റെ വടക്ക് കിഴക്കേ മൂലയിലിരുന്നായിരുന്നേ. ഞാൻ അതതിൻ്റെ അതേ മുറിയിൽ സൗത്ത് വെസ്റ്റിലേക്ക് മാറ്റി. പിന്നെ കിച്ചൺ 6 ഇഞ്ച് താഴ്ന്ന കിടന്നായിരുന്നത്. അപ്പോൾ അവിടെ ഇതുപോലെ ഒന്നും പറയാൻ പറ്റില്ല. ആ ബിൽഡിങ്ങിൻ്റെ ഓണറുടെ അടുത്ത് പോയി ഞാൻ പറഞ്ഞു, കിച്ചൺ താഴ്ന്ന കിടക്കണേ, കിച്ചണിൽ നിന്ന് വരുമ്പോൾ പ്ലേറ്റൊക്കെ കയ്യിൽ നിന്ന് വീണ്, ആൾക്കാർ എപ്പോഴും വീണ് പ്ലേറ്റൊക്കെ ഉടയണം, അപ്പോൾ അതൊന്ന് പൊക്കണം. ഓക്കെ ചെയ്തോളാൻ പറഞ്ഞു. കിച്ചൺ പൊക്കി. ഇന്നിപ്പോൾ ഹോട്ടലിൽ എല്ലാവരും പേര് പറഞ്ഞറിയാം ദുബായിൽ. നന്നായിട്ട് കൊണ്ട് നമ്മളെ ബിൽഡിങ്ങിൽ ചില ആൾക്കാർ അവസാനം വീട് പണി കഴിയുമ്പോൾ ഒരു പട്ടിക്കൂട്, ഒരു ബാത്റൂം, വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല, അപ്പോൾ 2 ചുമര് അവിടെ ഉണ്ട്, പിന്നെ 2 ചുമര് പണിതാൽ മതി. ഒരിക്കലും പാടില്ല. നോർത്ത് ഈസ്റ്റ് ബ്ലോക്കായി. പട്ടിക്കൂട്, തൊഴുത്ത് ഇതൊക്കെ പണിയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പട്ടിക്കൂട് ഒരിക്കലും നോർത്ത് ഈസ്റ്റിൽ കൊണ്ടുവയ്ക്കരുത്. അവരെ തൊഴുത്ത് വടക്കേ ഭാഗത്തും തെക്കേ ഭാഗത്തും കിഴക്കും വയ്ക്കാം. അതായത് തെക്ക് കിഴക്ക് തൊഴുത്ത് വയ്ക്കാം. തൊഴുത്ത് പശു നിൽക്കുന്നത് വടക്കോട്ട് തിരിച്ചിട്ട് വേണം. എവിടെയെങ്കിലും പശുവിന് ഒരുതരം ബാക്ടീരിയ മുഖത്ത് വന്ന് ഒരസുഖം വരും. മുഖത്ത് വെച്ച് എവിടെ എന്ത് വന്നാലും വാലുകൊണ്ട് തട്ടും. മുഖത്ത് അവർക്ക് തട്ടാൻ വിഷമമാണ്. അപ്പോൾ മോർണിംഗ് സൺ പശുവിൻ്റെ മുഖത്തേക്ക് വന്നാൽ ആ മുഖത്തിരിക്കുന്ന സകല സാധനം പോകും, നശിച്ചു പോകും. അതുകൊണ്ട് പശു നിൽക്കുന്നത് എപ്പോഴും വടക്കോട്ടെ കിഴക്കോട്ടെ തിരിഞ്ഞിരിക്കണം തൊഴുത്തിൽ. അങ്ങനെ ആയിരിക്കണം തൊഴുത്ത് പണിയാണ്. പട്ടിക്കൂടൊന്നും നോർത്ത് ഈസ്റ്റ് കോർണറിൽ കൊണ്ടുവയ്ക്കാൻ പാടില്ല. വേറെ എവിടെ വെച്ചാലും വിരോധമില്ല. ചില വീടുകളിൽ സൗത്ത് വെസ്റ്റിൽ ഗേറ്റ് മാറ്റാൻ പറ്റില്ല. കാരണം ആ വഴിയെന്ന് അവസാനിക്കുന്ന സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വഴി റോഡായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യും ഈസ്റ്റിലേക്ക്. അപ്പോൾ സൗത്ത് വെസ്റ്റ് എന്നുള്ളത് സൗത്ത് ഈസ്റ്റിലാവും എൻട്രി. ചെറിയൊരു മതിൽ ഒരടി ഉയരത്തിൽ കെട്ടും. അപ്പോൾ ആ സൗത്ത് വെസ്റ്റ് മാറി എപ്പോഴും പറമ്പിൻ്റെ സൗത്ത് വെസ്റ്റ് സ്ക്വയറാക്കി മാറ്റും. അവിടെ ഗേറ്റൊക്കെ വന്നാൽ നിർത്തിയില്ല, ഗേറ്റ് മാറ്റാൻ പറ്റില്ല. നമ്മൾ കെട്ടി ഗേറ്റിൻ്റെ പുറത്തായിരിക്കും ഇതെല്ലാം. ഒരു സ്ഥലത്ത് ഞാൻ വാസ്തു നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഈ വീട് അറബിക് വാസ്തുകുഴപ്പമാണെന്ന്. ഞാൻ ചോദിച്ചാൽ അതെന്താ എനിക്കറിയില്ലല്ലോ പറഞ്ഞു. അവസാനം അവിടെ പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ പോയേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ആ പണിത ആളെ ഞാൻ വിളിച്ചു വിട്ടോ. അപ്പോൾ അയാൾ പറഞ്ഞു ആ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്, അത് വേറെ നോക്കി. ഞാൻ വായിച്ചുകൊണ്ട് കാര്യമില്ല. ലേശം എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ട എന്തുകൊണ്ടാണെന്ന്. എന്താര് പറഞ്ഞാലും എന്തുകൊണ്ടെന്നൊരു ചോദ്യം ചോദിച്ചാൽ മതി. ഇപ്പോൾ ഈ മുറിയുടെ കണക്ക് ശരിയല്ല, എന്തുകൊണ്ട് ഒറ്റ ചോദ്യം ചോദിച്ചാൽ പിന്നെ അവരറിയാം മുണ്ടില്ല. വാസ്തുവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇത് കിച്ചൺ, എൻ്റെ ബെഡ്റൂം, പിന്നെ ഡോറ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കിച്ചണിലേക്ക് ഉദയം വരണം, ബെഡ്റൂമിൽ അസ്തമയം വരണം, ബെഡ്റൂമിൽ കൂടെ സൗത്ത് വെസ്റ്റ് വിൻഡ് കടന്നു പോകണം. ഒരു മുറിയുടെയും സൗത്ത് വെസ്റ്റിൽ ഒരു ഡോറും വരരുത്. ബാത്റൂമായാലും ശരി, കിച്ചനായാലും ശരി, ബെഡ്റൂമായാലും ശരി, സൗത്ത് വെസ്റ്റിൽ ഡോറ് അവോയ്ഡ് ചെയ്യണം. കാരണം എല്ലാ എനർജിയും റൂമിൻ്റെ സൗത്ത് വെസ്റ്റിലാണ് വരാം. അത് അവിടെ തന്നെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഡോറ് പാടില്ല.